മനുഷ്യ ജീവിതത്തിൽ ചെയ്തു കൂട്ടിയ പാപങ്ങൾക്ക് ആര് പരിഹാരം തരുമെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളിൽ ആർക്കും തുടച്ചു മാറ്റാൻ കഴിയാത്ത ഒരു ചോദ്യചിഹ്നമായി നിൽക്കുകയാണ്. ആരെന്റെ പാപത്തിന് പരിഹാരമുണ്ടാക്കും? പാപനിമിത്തം ഉരുവായ പ്രശ്നത്തിൽ നിന്ന് ആരെന്നെ ഉദ്ധരിക്കുമെന്നൊരു ചോദ്യം മനുഷ്യ മനസ്സുകളിൽ തലപൊക്കി നിൽക്കുകയാണ്. 103-ാം സങ്കീർത്തനം അതിനൊരു മറുപടി തരികയാണ്. അതിന്റെ 3-ാമത്തെ വാക്യം, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു, നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാകും. രോഗം വരുവാൻ പല കാരണമുണ്ട്. അതിലൊരു കാരണം പാപമാണ്. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷയിൽ പല രോഗികളെയും അടുക്കൽ കൊണ്ടുവന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു. പാപം മോചിക്കുവാൻ കഴിവുള്ള ഒരാളേ ഉള്ളൂ, അവനാണ് ദൈവപുത്രനായ ക്രിസ്തു. യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്ന രക്തമാണ്. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളൊരു പാപിയാണോ? നിങ്ങളുടെ പാപം ആര് കഴുകുമെന്ന് ചോദിച്ചാൽ പാപത്തിന്റെ പരിഹാരകൻ ക്രിസ്തു മാത്രമാണ്. ഒരിക്കലായി പാപങ്ങളുടെ പരിഹാരത്തിനായി ആകാശത്തിനും ഭൂമിക്കും നടുവിൽ 2 കള്ളന്മാരുടെ നടുവിൽ ഇതാ ഒരു കുഞ്ഞാട് പിടയ്ക്കുക. അതാരാണ്? ക്രിസ്തുവാണ്. ഇനിയും പാപങ്ങൾക്ക് യാഗം ശേഷിക്കുന്നില്ല. പാപത്തിന് പരിഹാരം പാപം കഴുകുന്നൊരു രക്തം, അതാണ് യേശുവിന്റെ രക്തം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അവൻ നിന്റെ അകൃത്യമൊക്കെയും മോചിക്കുന്നു. അകൃത്യം നിമിത്തമുണ്ടായ രോഗം അവൻ നിന്റെ സകല രോഗങ്ങളെയും സൗഖ്യമാക്കും. ഇന്ന് ഈ മെസ്സേജ് കേൾക്കുമ്പം നീ അനുഭവിക്കുന്ന രോഗത്തിന് കാരണം ഒരു പാപമാണെങ്കിൽ അത് ക്ഷമിക്കാൻ കർത്താവ് റെഡിയാണ്. എങ്ങനെയാണ് പാപക്ഷമ ലഭിക്കുന്നത്? കർത്താവിന്റെ അടുക്കലേക്ക് നാം വന്ന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയുമ്പോഴാണ് പാപക്ഷമ ലഭിക്കുന്നത്. ഈ ദിവസങ്ങളിൽ ആ പാപം ദൈവം ക്ഷമിക്കട്ടെ, നിന്റെ രോഗങ്ങളെ സൗഖ്യമാകട്ടെ. എല്ലാ രോഗങ്ങൾക്കും കാരണം പാപമല്ല, ചില രോഗങ്ങൾക്ക് കാരണം പാപമാണ്. പാപമുണ്ടെങ്കിൽ അത് ഉപേക്ഷിക്കാം. ഈ ദിവസങ്ങളിൽ ഒരു ദൈവവൈദ്യരായി ജീവിക്കാം. ദൈവവചനം നിന്നോട് പറയുകയാണ്, അവൻ നിന്റെ സകല രോഗത്തെയും സൗഖ്യമാക്കും. ഞങ്ങളുടെ കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. കർത്താവേ, ആരെങ്കിലും പാപത്തിൽ ബന്ധിക്കപ്പെട്ടെങ്കിൽ ആ ബന്ധനത്തിൽ നിന്ന് അവരെ പൊട്ടിച്ച് അവരുടെ പാപക്കറകളെ കഴുകിക്കള. ഹല്ലേലൂയ. നാം അവന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരുമാകേണ്ടത് ലോകസ്ഥാപനത്തിന് മുമ്പേ ഞങ്ങളെ തെരഞ്ഞെടുത്തിരിക്കുന്നു വചനം ഞങ്ങൾ ഓർക്കുക. ശുദ്ധീകരിച്ചാട്ട് കഴുകിയാട്ട്. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ പാപങ്ങളെ കഴുകി, അവരുടെ പരാജയങ്ങളെ മാറ്റി, അവരുടെ രോഗങ്ങളെ മാറ്റി, അവരുടെ ദുഃഖങ്ങളെ മാറ്റി സന്തോഷമാക്കണം. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ നിന്റെ നാമം ചൊല്ലി പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. നിന്റെ സകല രോഗങ്ങളെ അവർ സൗഖ്യമാക്കും. ഗോഡ് ബ്ലസ് യു.